പാലാ പയ്യപ്പാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മകരവിളക്ക് പള്ളിവേട്ട മോഹൻ IRS വടംവലി മത്സരം ഉദ്ഘാടനം ചെയ്തു. തീയതികളിലായി നടത്തുമെന്ന് ഭാരവാഹികൾ പാലാ മീഡിയ സെന്ററിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 11-ാം തീയതി 108-ൽ പരം മാളികപ്പുറങ്ങളും അയ്യപ്പന്മാരും 18 പടി കയറി നെയ്യഭിഷേകം നടത്തും. 10-ാം തീയതി രാത്രി 6-നാണ് കൊടിയേറ്റ്. അന്ന് രാവിലെ 5:30-ന് നെയ്യഭിഷേകം, 6-ന് മഹാഗണപതി ഹോമം, 11-ന് കൊടിമര ഘോഷയാത്ര, 1-ന് പ്രസാദമൂട്ട്, 6:30-ന് ദീപാരാധന ഭജന, രാത്രി 8-ന് തന്ത്രി പയ്യപ്പള്ളി ഇല്ലത്ത് മാധവൻ നമ്പൂതിരി, മേൽശാന്തി ഉണ്ണിത്തിരുമേനി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ്, 8:30-ന് തിരുവാതിരകളി, 9:15-ന് ക്ലാസിക്കൽ ഡാൻസ്, 11-ാം തീയതി രാവിലെ 9-ന് ശ്രീഭൂതബലി, 10-ന് നാരായണീയം, 1-ന് പ്രസാദഊട്ട്, 7-ന് സംഗീതാർച്ചന, 7:45-ന് പയ്യപ്പാർ കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന ഹരിചന്ദ്ര ചരിത്രം, 8:30-ന് തിരുവാതിരകളി. 108-ൽ പരം മാളികപ്പുറങ്ങളും അയ്യപ്പന്മാരും 18 പടി കയറി നെയ്യഭിഷേകം നടത്തും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന പയ്യപ്പാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ മകരവിളക്ക് പള്ളിവേട്ട മഹോത്സവം ഈ വരുന്ന ജനുവരി 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെ വളരെ ആഡംബരപൂർവ്വം നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ്. പ്രതിഷ്ഠാവൈഭവം കൊണ്ടും ഭാവ ചൈതന്യം കൊണ്ടും ഇഷ്ടദേവന്മാരായി പരിലസിക്കുന്ന ഭഗവാൻ അയ്യപ്പസ്വാമിയുടെയും ശ്രീ മഹാദേവന്റെയും ദേവസ്ഥാനമായ പയ്യപ്പാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം 2025 ജനുവരി 10-ന് കൊടിയേറി 15-ന് ആറാട്ടോടുകൂടി പര്യവസാനിക്കുകയാണ്. ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് തിരുവുത്സവ പരിപാടികൾ പരമാവധി ഭംഗിയാക്കുവാൻ സംഘാടക സമിതി ശ്രമിച്ചിട്ടുണ്ട്. ദേശത്തിനും ദേശവാസികൾക്കും ക്ഷേമ ഐശ്വര്യപ്രദനായ ശ്രീ അയ്യപ്പസ്വാമിയുടെ മകരവിളക്ക് പള്ളിവേട്ട മഹോത്സവം ഭംഗിയായി നടത്തുന്നതിന് മുൻവർഷങ്ങളിൽ സഹകരിച്ച എല്ലാ ഭക്തജനങ്ങളെയും നന്ദിയോടെ സ്മരിക്കുന്നതോടൊപ്പം തന്നെ എല്ലാവരുടെയും സാന്നിധ്യ സഹായ സഹകരണങ്ങളും ക്ഷണിച്ചുകൊള്ളുകയാണ്. ക്ഷേത്രത്തിലെ ഉത്സവ ഭാഗമായി 108-ൽ പരം മാളികപ്പുറങ്ങൾ മറ്റ് അയ്യപ്പ ഭക്തരും ഇരുമുടിക്കെട്ടെടുത്ത് 11-ാം തീയതി രാവിലെ 9-ന് 18-ാം പടി കയറി ക്ഷേത്ര ദർശനം നടത്തും. തുടർന്ന് അയ്യപ്പസ്വാമിയുടെ പഞ്ചലോഹ വിഗ്രഹത്തിൽ ഭക്തർ കൊണ്ടുവരുന്ന നെയ്യഭിഷേകം തന്ത്രി ബ്രഹ്മശ്രീ പയ്യപ്പള്ളി ഇല്ലത്ത് മാധവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നെയ്യഭിഷേകം നടത്തും. 12-ാം തീയതി രാവിലെ 9-ന് ശ്രീഭൂതബലി, 10-ന് നാരായണീയം, 1-ന് പ്രസാദഊട്ട്, വൈകിട്ട് 6:45-ന് കാളകെട്ട് മുടിയാട്ടം, 7:30-ന് നാട്ടരങ്ങ്, 13-ന് രാവിലെ 9-ന് ശ്രീഭൂതബലി, 10-ന് നാരായണീയം, 1-ന് പ്രസാദഊട്ട്, വൈകിട്ട് 6:30-ന് ദീപാരാധന ഭജന, രാത്രി 7-ന് അഷ്ടപുഷ്പാഭിഷേകം, തുടർന്ന് നാട്ടരങ്ങ്, വിവിധ കലാപരിപാടികൾ, 8-ന് കരോക്കെ ഗാനമേള. 14-ാം തീയതി പള്ളിവേട്ട ഉത്സവം, രാവിലെ 7:30-ന് ശ്രീഭൂതബലി, 1-ന് പ്രസാദഊട്ട്, വൈകിട്ട് 5-ന് കോതകുളങ്ങര കാവിലേക്ക് താലം പുറപ്പാട്, 7-ന് താലം എതിരേൽപ്പ്, 6:30-ന് ദീപാരാധന, 9-ന് തിരുവാതിരകളി, 10-ന് പള്ളിവേട്ട എഴുന്നള്ളത്ത്, 11-ന് കളമെഴുത്തും പാട്ടും. 15-ാം തീയതി ആറാട്ടുത്സവം, രാവിലെ 6 മുതൽ ആറാട്ടുബലി, ആറാട്ടുപുറപ്പാട്, 9-ന് ശ്രീഭൂതബലി, തുടർന്ന് ആറാട്ട്, 11:30-ന് കഥാകഥനം, 12:30-ന് ആറാട്ടു സദ്യ, വൈകിട്ട് 6:30-ന് ദീപാരാധന ഭജന, രാത്രി 10-ന് കുരുതി എന്നിവയാണ് പ്രധാന പരിപാടികൾ വിശദീകരിച്ച് പാലാ മീഡിയ സെന്ററിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ KP അനിൽകുമാർ, KP അജേഷ് കുമാർ, പ്രശാന്ത് നന്ദകുമാർ, ബിനു MC എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. i4u ന്യൂസ് പാലാ.